നമസ്കാരം, വെൽക്കം ടു വിനസ് ആൻഡ് ടെക് ക്ലാസ്സസ്. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേരള PSCയിൽ പുതുതായിട്ട് മെക്കാനിക്കൽ ഉദ്യോഗാർത്ഥികൾക്ക് എക്സാം വിളിച്ചിരിക്കുന്ന കുറച്ച് പോസ്റ്റുകളെ പറ്റിയാണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു പോസ്റ്റാണ് ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കേരള വാട്ടർ അതോറിറ്റി ഓവർസിയർ ഗ്രേഡ് 2. എന്താ അതിന്റെ യോഗ്യത എന്ന് പറയുന്നത്? അതിന്റെ യോഗ്യത ITI ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കും അതുപോലെ ITI ഡ്രാഫ്റ്റ്മാൻ സിവിലും ആണ്. ഹയർ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് ഡിപ്ലോമക്കാർക്കും ബിടെക്കാർക്കും അപ്ലൈ വേണ്ടി പറ്റും. നിങ്ങൾക്ക് KGCA ഒക്കെ നമ്മുടെ പ്രൊഫൈലിലെ ഹയർ ക്വാളിഫിക്കേഷനോട് ബന്ധപ്പെട്ട് കിടപ്പുണ്ട്. അതിന് ഹയർ വെച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇനി വരുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എൻ്റെ സിലബസ് വരുന്നത്? നമുക്കിതിന് തൊട്ട് മുന്നേ വർഷം നടന്ന എക്സാമിന് സിലബസ് ഉണ്ടായിരുന്നില്ല. സിലബസ് ഇല്ലാതെയാണ് എക്സാം നടന്നത്. നമുക്കത് റെഫർ ചെയ്യാൻ പറ്റിയ സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ റീസെന്റ് ആയിട്ട് കേരള വാട്ടർ അതോറിറ്റി ഗ്രേഡ് 3 എക്സാം നടന്നിട്ടുണ്ട്. അതിന്റെ ക്വാളിഫിക്കേഷനും ഗ്രേഡ് 2 ക്വാളിഫിക്കേഷനും സെയിം ആയതുകൊണ്ട് തന്നെ വേണമെങ്കിൽ സെയിം സിലബസ് തന്നെ വരാം. അങ്ങനെ തന്നെയാണ് സാധ്യത കൂടുതലും. കുറച്ച് പോർഷൻസ് മെക്കാനിക്കൽ ആവും, കുറച്ച് പോർഷൻസ് സിവിൽ ആയിരിക്കും. അങ്ങനെയായിരിക്കും അതിന്റെ എക്സാം സിലബസ് വരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് പഠിച്ചു തുടങ്ങാനായിട്ട് തീർച്ചയായിട്ടും ആ സിലബസ് റെഫർ ചെയ്യാവുന്നതാണ്. വാട്ടർ അതോറിറ്റി ഗ്രേഡ് 3യുടെ സിലബസ് റെഫർ ചെയ്യാവുന്നതാണ്. അത്യാവശ്യം അഡ്വൈസ് ഒക്കെ പോകുന്നതായിരിക്കും. കാര്യം സിവിൽ ഉദ്യോഗാർത്ഥികളൊക്കെ കുറെ പേര് മറ്റുള്ള റാങ്ക് ലിസ്റ്റ് ഉള്ളവരായിരിക്കും ഇതിലും വരാൻ വേണ്ടി പോകുന്നത്. സോ അതിനകത്ത് നിന്ന് NGD ഒക്കെ വന്ന് കുറച്ച് താഴെ, ഒരുപാട് താഴെയല്ല, കുറച്ച് താഴെയൊക്കെ വന്നാൽ പോലും നമുക്ക് സാധ്യതയുള്ള ഒരു റാങ്ക് ലിസ്റ്റ് ആയിരിക്കും വാട്ടർ അതോറിറ്റി ഗ്രേഡ് 2 എന്ന് പറയുന്നത്. നിങ്ങൾ സിവിലും പഠിക്കണം, നിങ്ങൾ മെക്കാനിക്കലും പഠിക്കണം. അതാണ് ആദ്യമായിട്ടുള്ള എക്സാം. അതിന്റെ കാറ്റഗറി നമ്പർ 548/2025 ആണ്. രണ്ടാമത്തെ എക്സാം ഓവർസിയർ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ളതാണ്. ക്വാളിഫിക്കേഷൻ ITI ആണ്, ITI ഡ്രാഫ്റ്റ് മെക്കാനിക് ആണ്. ഹയർ വെച്ചിട്ട് ഡിപ്ലോമയും അതുപോലെ തന്നെ ബിടെക് ഉള്ളവർക്ക് അപ്ലൈ വേണ്ടി പറ്റുന്ന പോസ്റ്റാണ്. എന്താണ് സിലബസ്? കഴിഞ്ഞ വർഷം അതിനൊരു സിലബസ് നമുക്ക് അവൈലബിൾ അല്ല. അതുപോലെ തന്നെ ഉള്ള ഒരു എക്സാം ആണ് ഓവർസിയർ ഗ്രേഡ് 3 ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലെ കാറ്റഗറി നമ്പർ 553/2025 ആണ്. ഇതിന്റെ ക്വാളിഫിക്കേഷനും ITI ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക് ആണ്. അതിന്റെ പഴയ സിലബസ് ഒന്നും നമുക്ക് അവൈലബിൾ അല്ല. പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എക്സാക്ട്ലി ഒരു ITI സിലബസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും അല്ല. നമുക്ക് എന്ത് റെഫർ ചെയ്യാൻ വേണ്ടി പറ്റും? നമുക്ക് സെർച്ച് ചെയ്താൽ കാണുന്ന ഒരു കാര്യമാണ് കേരള PSC യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയിലേക്കുള്ള ഓവർസിയർ ഗ്രേഡ് 2 എക്സാമിന് കഴിഞ്ഞ വർഷം നോട്ടിഫിക്കേഷൻ വന്ന എക്സാം നടന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഒരു എക്സാം നടന്നിട്ടുണ്ട്. അതിന്റെ സിലബസ് നമുക്ക് അവൈലബിൾ ആണ്. ITI ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ്, സിലബസ് ഒക്കെ തന്നെയാണ് പ്യൂർലി ആ എക്സാമിന് ഫോളോ ചെയ്തത്. ആ സിലബസ് ആയിരിക്കും മിക്കവാറും നമുക്ക് കേരള PSC ഇതിനു വേണ്ടി തയ്യാറാക്കുന്നത്. നമുക്ക് ആ സിലബസ് നോക്കാം, ഏതൊക്കെ ടോപ്പിക്കുകളാണ് വരുന്നത് നമുക്ക് ഒന്ന് പരിചയപ്പെടാം. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സിലബസ് ആണ് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയിലേക്ക് നടത്തിയിരിക്കുന്ന ഓവർസിയർ ഗ്രേഡ് 2 എക്സാമിന്റെ സിലബസ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ITI എക്സാമിന്റെ സിലബസ് ആണ്. നമുക്ക് നോക്കാം. ഇതിനകത്ത് ഉള്ള മോഡ്യൂൾസ് നിങ്ങൾ നോക്കി. ഫസ്റ്റ് മോഡ്യൂൾ വരുന്നത് നമ്മുടെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങോട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒരു മോഡ്യൂളിൽ 17 മാർക്കാണ്. ഈ ഫസ്റ്റ് മോഡ്യൂളിൽ കുറെ പോർഷൻസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ഗ്രാഫിക്സോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. താഴെ കിടക്കാൻ നോക്കി വർക്ക്ഷോപ്പ് സയൻസ് ആൻഡ് കാൽക്കുലേഷൻ, അതിന്റെ മെറ്റൽസ്, പ്രോപ്പർട്ടീസ് ഓഫ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് 2 ടോപ്പിക്ക് നമുക്ക് അതിനകത്ത് ആഡ് ചെയ്ത് വരുന്നുണ്ട്. ഗ്രാഫിക്സ് കൂടാതെ ആ മോഡ്യൂളിൽ 2 ചെറിയ ടോപ്പിക്ക് ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാ മോഡ്യൂളുകളിലും ഇതേപോലെ തന്നെ വർക്ക്ഷോപ്പ് സയൻസ് ആൻഡ് കാൽക്കുലേഷന്റെ ചെറിയ ടോപ്പിക്കുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് മോഡ്യൂളിൽ 17 മാർക്ക്, 17 ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. സെക്കൻഡ് മോഡ്യൂൾ നോക്കിയാൽ നമ്മുടെ ഫാസ്റ്റ്നേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഫാസ്റ്റ്നേഴ്സ്, സ്ക്രൂഡ് ഫാസ്റ്റ്നേഴ്സ്, ഫൗണ്ടേഷൻ ബോൾട്ട്, അതുപോലെ റിവറ്റ്, വെൽഡഡ് ജോയിന്റ്, ട്രേഡ് തിയറി, ഫിറ്റിംഗിന്റെ ട്രേഡ് തിയറി, അതുപോലെ ടേണിംഗ് ഷോപ്പ്, വെൽഡിംഗ് ഷോപ്പ്, ബേസിക്സ് എല്ലാം അതിന്റെ ചോദിക്കാം അവിടുന്ന്. ഷീറ്റ് മെറ്റൽ, അതെല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. ഫൗണ്ടറി, പിന്നെ വന്നിട്ട് ഇലക്ട്രീഷ്യൻ ആൻഡ് ഇലക്ട്രിസിറ്റി റിലേറ്റഡ് കാൽക്കുലേഷൻസ്, IC എഞ്ചിൻസ് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ലിമിറ്റ് ഫിറ്റ് ടോളറൻസോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ജിഗ് ആൻഡ് ഫിക്സർ വരുന്നുണ്ട്. അവിടെയും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വർക്ക്ഷോപ്പ് കാൽക്കുലേഷനോട് ബന്ധപ്പെട്ട് മാസ്, വോളിയം, വെയിറ്റ്, ഡെൻസിറ്റി, ഇത്രയും കാര്യങ്ങളെ പറ്റി അവിടെയും വന്നിട്ടുണ്ട്. ഇപ്പൊ രണ്ടാമത്തെ മൊഡ്യൂള് 20 മാർക്ക്, മൊത്തം 37 മാർക്ക് ഇപ്പോൾ ആയിട്ടുണ്ട്. മൂന്നാമത്തെ മൊഡ്യൂൾ നോക്കിയേ, പവർ ട്രാൻസ്മിഷനോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. ഷാഫ്റ്റ്, കീസ്, കപ്ലിങ്സ്, ബെയറിങ്സ്, ഗിയർ ആൻഡ് ഗിയർ ഡ്രൈവ്, പുള്ളീസ്, ബെൽറ്റ് ഡ്രൈവ്, റോപ്പ് ഡ്രൈവ്, ചെയിൻ ഡ്രൈവ്. ഇത് പ്യൂർലി ITI ഡ്രാഫ്റ്റ് മെക്കാനിക് സിലബസിലുള്ള ടോപ്പിക്കുകളാണ്. നമ്മുടെ വാട്ടർ അതോറിറ്റി ഗ്രേഡ് 2 വരെ വന്നിട്ടുള്ള സിലബസ്. ഇത് തന്നെയാണ് വാട്ടർ അതോറിറ്റി ഗ്രേഡ് 3യുടെ സിലബസിൽ ഉണ്ടായിരുന്നത്. ഗ്രേഡ് 2 നമ്മൾ പ്രതീക്ഷിക്കുന്ന സിലബസ് മെക്കാനിക്കൽ ടോപ്പിക്കിനകത്ത് വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ആ മോഡ്യൂളിലും വീണ്ടും നമ്മുടെ വർക്ക്, പവർ, എനർജി, ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ എന്ന 2 ടോപ്പിക് കൂടെ എക്സ്ട്രാ വന്നിട്ടുണ്ട്. ഇത് വർക്ക്ഷോപ്പ് സയൻസ് ആൻഡ് കാൽക്കുലേഷൻ ചെയ്യുന്നതാണ്. 14 മാർക്കാണ് മൊത്തം. അപ്പോൾ ഇവിടെ നമുക്ക് 17ഉം 20ഉം 14 3 മോഡ്യൂൾ അങ്ങനെ കവർ ചെയ്തു. നാലാമത്തെ മോഡ്യൂളും ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക് സിലബസിലുള്ള പൈപ്പ് ഫിറ്റിംഗ്സ് ആൻഡ് വാൾസ്, ക്യാം ആൻഡ് ഫോളോവർ, പമ്പ്, ബോയിലർ മൗണ്ടിങ്, ആക്സസറീസ്, ഹൈഡ്രോളിക് പ്രഷർ വെസൽസ്, ന്യൂമാറ്റിക്സ് ആൻഡ് റിലേറ്റഡ് എക്യുപ്മെന്റ്സ്. 10 മാർക്കിനാണ് ആ ഒരു മോഡ്യൂൾ ഉള്ളത്. ഇതിനടുത്ത 5ാമത്തെ മോഡ്യൂൾ വരുമ്പോഴത്തേക്ക് പ്രസ് ആൻഡ് പ്രസ് ടൂൾസ് ആൻഡ് റിലേറ്റഡ് തിയറീസ്. അവിടെയും വർക്ക്ഷോപ്പ് സയൻസ് ആൻഡ് കാൽക്കുലേഷൻ നിന്ന് മെൻസുറേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ലിവേഴ്സ് ആൻഡ് സിമ്പിൾ മെഷീൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്കും വന്നിട്ടുണ്ട്. പിന്നെ വന്നിട്ട് 6ാമത്തെ മൊഡ്യൂളാണ്. അതിനകത്ത് മെഷറിംഗ് ടൂൾസ്, ഗേജസ് ആൻഡ് ഇൻസ്പെക്ഷൻ ടൂൾസ്, പ്രിസിഷൻ മെഷറിംഗ് ടൂൾസ്,
അവിടെയും നോക്കിയേ ട്രിഗണോമെട്രി, ഫ്രിക്ഷൻ, സെന്റർ ഓഫ് ഗ്രാവിറ്റി, ഏരിയ ഓഫ് കട്ട്, ആൽജിബ്ര, ഇലാസ്റ്റിസിറ്റി, ഇത്രയും വർക്ക്ഷോപ്പ് സയൻസ് ആൻഡ് കാൽക്കുലേഷൻ ടോപ്പിക്ക് കയറിയിട്ടുണ്ട്. എല്ലാ മോഡ്യൂളിലും ഇതുപോലെ വർക്ക്ഷോപ്പ് സയൻസ് ആൻഡ് കാൽക്കുലേഷൻ ടോപ്പിക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി വരുന്ന 7ാമത്തെ മോഡ്യൂളാണ് മെഷീൻ ഫൗണ്ടേഷൻ പ്രോസസ് പാത്ത് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിനോടൊപ്പം തന്നെ വർക്ക്ഷോപ്പ് സയൻസ് ആൻഡ് കാൽക്കുലേഷനിലെ ഹീറ്റ് ആൻഡ് ഹീറ്റ് ട്രീറ്റ്മെന്റ് എന്ന ടോപ്പിക് ഉണ്ട്, ഒരു മോഡ്യൂളുണ്ട്. ഇതൊക്കെ നമ്മുടെ ACD അരിത്തമാറ്റിക് കം ഡ്രോയിങ് എന്ന ACD സിലബസ് ഉണ്ടല്ലോ, അതിലുള്ള ടോപ്പിക്കുകളാണ് കിടക്കുന്നത് വർക്ക്ഷോപ്പ് സയൻസ് ആൻഡ് കാൽക്കുലേഷൻ വേണ്ടി ഇട്ടിരിക്കുന്നത്. ഇനി അടുത്തത് നോക്കി, അടുത്തത് 12 മാർക്കിന് 8ാമത്തെ മോഡ്യൂള് കമ്പ്യൂട്ടർ ബേസിക്സ്, ഓട്ടോക്യാഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുകൊണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇനി വരുന്നത് അവിടെ വരുമ്പോഴത്തേക്ക് വർക്ക്ഷോപ്പ് സയൻസ് ആൻഡ് കാൽക്കുലേഷനോട് ബന്ധപ്പെട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ്, എസ്റ്റിമേറ്റ് ആൻഡ് കോസ്റ്റിംഗ്. ലാസ്റ്റ് മോഡ്യൂളിലെ നമ്മുടെ ഓട്ടോക്യാഡ് അല്ലെങ്കിൽ സോൾഡ് വർക്സിന്റെ കമാൻഡ്സും കാര്യങ്ങളും ഒക്കെയാണ് ഒരു 5 മാർക്കിന് 5 ക്വസ്റ്റ്യൻസ് എന്ന രീതിയിൽ സിലബസ് ഇട്ടിട്ടുണ്ട്. ഇതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓവർസിയർ സിലബസ്, മെക്കാനിക്കലിന്റെ സിലബസ്, ഏക സിലബസ് നമുക്ക് ഇത് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതാണ് റീസെന്റ് നടന്ന എക്സാം. നോക്കിയേ 2024 വന്ന നോട്ടിഫിക്കേഷനാണ്, 36/2024 വന്ന നോട്ടിഫിക്കേഷനാണ്. ഈ വർഷം എക്സാം നടന്നതേ ഉള്ളൂ. സോ ഇതാണ് നമുക്ക് റെഫർ ചെയ്യാൻ പറ്റിയ സിലബസ്. ഇതിനാ ഇറിഗേഷൻ ഗ്രേഡ് 3യും ഹാർബർ ഗ്രേഡ് 2 എക്സാമിന് വേണ്ടിയിട്ടുള്ളത്. സോ ഇതാണ് നമ്മൾ ഫോളോ ചെയ്ത് ക്ലാസ്സുകൾ എടുത്തു പോകുന്നത്. നമുക്ക് കംപ്ലീറ്റ്ലി പ്രീ റെക്കോർഡ് സെഷൻസ് ആയിട്ട് ക്ലാസ്സസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ നോട്ട്സുകൾ, എക്സാമുകൾ, MCQ ഡിസ്കഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ആപ്പിൽ ഉണ്ടാവും. വിന്നേഴ്സ് എഡ്യൂടെക് എന്ന് പറഞ്ഞ് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ ക്ലാസ്സസ് കണ്ടു നോക്കാൻ വേണ്ടി പറ്റും. സിലബസ് വന്നതിന് ശേഷം നമുക്ക് ലൈവ് MCQ ഡിസ്കഷൻ ക്ലാസ്സുകളും അവൈലബിൾ ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മുടെ കോഴ്സിന്റെ സ്ട്രക്ചർ വരുന്നത്. വാട്ടർ അതോറിറ്റി ഗ്രേഡ് 2വിന് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഇനി നിങ്ങൾ സിവിലുകാരാണെങ്കിൽ വാട്ടർ അതോറിറ്റി ഗ്രേഡ് 2 മാത്രമായിട്ട് നിങ്ങൾക്ക് കോഴ്സ് എടുക്കാം, ക്ലാസ് കണ്ടു നോക്കാൻ പറ്റും. മെക്കാനിക്കലാണെങ്കിൽ ഓവർസിയർ കോംബോ എന്ന് പറഞ്ഞിട്ട് ഈ 3 എക്സാമുകൾക്കും കമ്പൈൻ ചെയ്ത് വരുന്ന ഒരു കോഴ്സ് അവൈലബിൾ ആണ്. ഇനി നിങ്ങൾ സിവിൽ ഉദ്യോഗാർത്ഥികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെക്കാനിക്കൽ പോർഷൻസ് വാട്ടർ അതോറിറ്റി ഗ്രേഡ് 2വിലെ മെക്കാനിക്കൽ പോർഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൽ അതിനൊരു ക്ലാസ് അത് മാത്രമായിട്ടുള്ള ക്ലാസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണാം. തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.